സ്നേഹമുള്ളവരെ, ഞാൻ ഫാദർ ജ്യോതിസ് ചെറുശ്ശേരിൽ സെൻറ്റ് സെബാസ്റ്റ്യൻസ് കൂടരഞ്ഞി ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി സമയം മാറ്റിവെച്ച് ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ഈ ഇടവകയിലേക്ക് കടന്നു വന്ന എല്ലാ വിൻസെൻഷ്യൻ വൈദികരെയും സമർപ്പിതരെയും ഞാൻ ഈ ഇടവക ജനത്തിന് വേണ്ടി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. ധാരാളം ദൈവാനുഗ്രഹങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ഇടവകയ്ക്ക് പോപ്പുലർ മിഷൻ ധ്യാനത്തിലൂടെ കിട്ടിയ അനുഭവം എന്നും നിലനിൽക്കുകയും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുവാനുള്ള കൃപാവരത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. യേശുവിന്റെ പിന്നാലെ അടിവച്ചണിയായി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ സ്നേഹത്തിന്റെ പതാകയുമേന്തി യേശുവിന്റെ പിന്നാലെ പോവുക നാം യേശുവിന്റെ പിന്നാലെ വിശ്വാസത്തിൻ ദീപവുമേന്തി യേശുവിന്റെ പിന്നാലെ. ഈ ധ്യാനത്തിൻ്റെ സമാപന മണിക്കൂറിൽ നമ്മൾ ഇങ്ങനെ ഇവിടെ ഇരിക്കുമ്പോൾ അനേകരുടെ ഉള്ളിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇങ്ങനെയാണ്: അച്ഛാ, പോപ്പുലർ മിഷൻ ധ്യാനം ഇന്നത്തെ കൊണ്ട് അവസാനിച്ചു, ഇനി എങ്ങനെ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കണം? കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വെള്ളിയാഴ്ച വരെയുള്ള ശുശ്രൂഷകൾ എല്ലാം വളരെ ഭംഗിയായിരുന്നു. ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്താൽ കാലാവസ്ഥ ക്രമീകരിക്കപ്പെട്ടു. അന്തരീക്ഷത്തിലെല്ലാം ദൈവിക സാന്നിധ്യം, വളരെ ശക്തമായ ശുശ്രൂഷകൾ, എല്ലാം നന്നാണ്. എന്നാൽ ഒരു ചോദ്യം: ഇനി എങ്ങനെ ജീവിക്കും? കാരണം ഇനിയാണ് എൻ്റെ ജീവിതത്തിലെ യഥാർത്ഥത്തിലുള്ള ഒരു ജീവിത അനുഭവം ആരംഭിക്കുന്നത്. അപ്പൊ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം? ഈ ശുശ്രൂഷ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അതിശക്തമായി എന്നെയും നിന്നെയും ഈ വിഷയത്തിൽ ചില ബോധ്യങ്ങളിലേക്ക് നയിക്കാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്: ഇനി എങ്ങനെ ജീവിക്കണം? വിശുദ്ധ ഗ്രന്ഥത്തോട് ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം അതിശക്തമായ ചില ഉത്തരങ്ങൾ നമ്മുടെ മുമ്പിൽ നൽകും. വർഷങ്ങൾക്ക് മുമ്പ് ശിഷ്യന്മാർ ഈശോവിനോട് ചോദിച്ച ചോദ്യമാണ്: ഈശോയെ, ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യേശുവിൻ്റെ ഉയർപ്പിന് ശേഷം ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ലക്ഷ്യമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ച ചോദ്യമാണ്: ഈശോ, ഞങ്ങൾ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കും: ഈശോ അവരോട് കൽപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ അവരോട് കൊച്ചുവർത്താനം പറഞ്ഞെന്നല്ല, ഈശോ അവരോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ കാര്യം ഈ സായാഹ്നത്തിൽ ഈ കൂടരഞ്ഞിയിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനം സ്വീകരിക്കുകയാണ്. ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. നിങ്ങൾ എന്നിൽ നിന്ന് കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ച് നിന്ന ശിഷ്യന്മാരോട് ഈശോ പറഞ്ഞു കൊടുത്ത കാര്യം: നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുത്. എന്നിൽ നിന്നും നിങ്ങൾ കേട്ട പിതാവിൻ്റെ വാഗ്ദാനം കാത്തിരിക്കണം എന്ന് പറഞ്ഞാൽ കൃത്യം വ്യക്തമായി ഈശോ പറഞ്ഞത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. നിങ്ങൾ ജെറൂസലേം വിട്ട് പോകരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ കൃപ ഒട്ടും നഷ്ടപ്പെടുത്താതെ മുറുകെ പിടിച്ചോണം. ഇനി മുന്നോട്ടുള്ള വഴികളിൽ നിങ്ങളെ പരിശുദ്ധാത്മാവ് നയിക്കും. വിശ്വസിക്കുന്ന ഓരോരുത്തരും ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, ആമേൻ, ആമേൻ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം അതാണ് പഠിപ്പിക്കുന്നത്. ഈശോ അവസാനമായി ഇതാ സ്വർഗത്തിലേക്ക് കരേറിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് വീണ്ടും പറഞ്ഞു: മക്കളെ, എടാ, ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളൂ. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം എന്താണെന്നറിയാവോ? എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൂടരഞ്ഞിയിലെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇങ്ങോട്ട് നോക്കിക്കേ. ഇനി എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് കൃത്യം വ്യക്തമായിട്ട് വചനം പഠിപ്പിക്കുന്നു.
പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കണം. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ ജീവിതത്തിൽ അപ്രകാരം ഭാരിച്ച ഈ മാർപ്പാപ്പ എന്നുള്ള വലിയ പരമാധികാരം ഏറ്റെടുത്ത അവസരത്തിൽ ജീവിതകാലം മുഴുവൻ പിന്നീട് ഉരുവിടാനായി ഒരു കൊച്ചു പ്രാർത്ഥന ദൈവജനത്തെ പഠിപ്പിച്ചു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ആവർത്തിച്ച് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കുഞ്ഞു പ്രാർത്ഥന എന്തെന്നറിയോ? കം ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക, പരിശുദ്ധാത്മാവേ വരിക. അങ്ങനെയാണ് ഇന്നത്തെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമനായി മാറിയത്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഈ രാത്രി മുതൽ നമ്മുടെ ശക്തമായ പ്രാർത്ഥന ഈ പരിശുദ്ധാത്മാവിന് വേണ്ടിയാണ്. പരിശുദ്ധാത്മാവേ വരിക. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ വരിക. പറഞ്ഞേ, പരിശുദ്ധാത്മാവേ വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി ലഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിത അനുഭവം മാറും പ്രിയപ്പെട്ടവരെ. കാരണം എനിക്കറിയാം, ഈ ഒരാഴ്ചക്കാലം ജീവിതത്തിൽ വ്യത്യസ്തമായ അനുഭവങ്ങൾക്ക് മുമ്പിൽ നിന്ന് തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത്. ചെറുതോ വലുതോ ആയ ഏതെങ്കിലുമൊക്കെ തീരുമാനം ജീവിതത്തിൽ എടുത്തവർ ഒന്ന് കൈപൊക്കാവോ? ചെറുതോ വലുതോ ആയ ഏതെങ്കിലുമൊക്കെ തീരുമാനം, ഉദാഹരണത്തിന് ക്ഷമിക്കാനായിട്ടുള്ള തീരുമാനമെടുത്തവർ കൈപൊക്കാം. ജീവിതത്തിൽ പരിശുദ്ധ കുർബാന പങ്കെടുക്കാൻ എടുത്തവർ തീരുമാനമെടുത്തവർ കൈപൊക്കാം. ജീവിതത്തിൽ വചനം വായിക്കാൻ എടുത്ത തീരുമാനമുള്ളവർ കൈപൊക്കാം. ദാ നോക്കിക്കേ, അങ്ങനെ തുടങ്ങി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലുമൊക്കെ തീരുമാനമെടുത്തവരാണ്. നമ്മുടെ ഈ ഇടവകയിൽപ്പെട്ട ഞാനായിരുന്ന സെന്ററിൽ ഒരു ചേട്ടൻ എന്നോട് വന്ന് ചോദിച്ച ചോദ്യം, അച്ഛാ ധ്യാനം വളരെ നന്നായിരുന്നു, അച്ഛാ ധ്യാനം വളരെ നന്നായിരുന്നു, നിങ്ങൾ ഈ രാത്രിയിൽ ഇവിടെ നിന്ന് പോകും. അച്ഛാ എൻ്റെ ഒരു സങ്കടം എന്നാണെന്നറിയോ? അച്ഛാ ഞാൻ മദ്യപാനിയാണ്, മദ്യപാനത്തിന് അടിമയാണ്. എന്നാൽ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ അച്ഛാ ഈ ദിവസം വരെ ഞാൻ മദ്യപിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട്, മദ്യപിക്കരുത്, ഇനി നന്നായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അച്ഛാ എനിക്ക് പറ്റുമെന്ന് അറിഞ്ഞുകൂടാ, എനിക്കിനി മുമ്പോട്ട് ഇങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. അച്ഛാ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അത്ര അനുകൂലമല്ല, ഞാനിനി എന്തു ചെയ്യും? ഇവിടെയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ വിളിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ആശ്രയിക്കേണ്ടതും ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി. പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ നമ്മുടെ സ്വഭാവ രീതികളിൽ മുന്നോട്ടുള്ള വഴികളിൽ ബലം കിട്ടും, ശക്തിയും ഊർജവും കിട്ടും. അപ്പസ്തോലന്മാർ തങ്ങളുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനം 2-ാം അധ്യായത്തിൽ എത്തുമ്പോൾ നമ്മൾ കാണുന്നു, ഈ ശിഷ്യന്മാരുടെ സ്വഭാവ രീതികൾ മാറി, അവരുടെ ചിന്താരീതികൾ മാറി, അവർ ശക്തി പ്രാപിച്ചു. പിന്നീടുള്ള അവരുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്പിലും അവരെ പരിശുദ്ധാത്മാവ് നയിച്ചു. പരിശുദ്ധാത്മാവേ, 2 കരങ്ങൾ ഉയർത്തി വിളിച്ചേ, പരിശുദ്ധാത്മാവേ. പോരാ, ഒച്ചത്ത് വിളിച്ച പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. എന്റെ പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 121-ന്റെ 1-ാം തിരുവചനം എന്റെയും നിന്റെയും ഒരു ചോദ്യമാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആരെന്നെ സഹായിക്കുമെന്ന്? ഇവിടെ ഇരിക്കുന്നതിൽ കടബാധ്യതയുള്ളവരുണ്ടല്ലോ. വീട് സന്ദർശന അവസരത്തിൽ ഞങ്ങൾ കണ്ടതാ, ജീവിതത്തിൻ്റെ അത്രമേലുള്ള ഭാരം ചുമക്കുന്നവരുണ്ടെന്ന്. ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവരുണ്ടെന്ന്. ചില ശാരീരിക രോഗപീഠകളുടെ മുമ്പിൽ വല്ലാത്ത വിഷമിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അച്ഛാ ഇനി എന്നാ ചെയ്യണ്ടേ? ഒരു പിടുത്തോ ഇല്ല. ഇനി എന്താ ചെയ്യേണ്ടത്? കാർഷിക വിളകൾ, മറ്റ് പലതരത്തിലുള്ള അസ്വസ്ഥതകൾക്ക് മുമ്പിൽ നഷ്ടപ്പെട്ട് ഭാരപ്പെട്ടിരിക്കുന്ന കർഷകരാണ്ട് ഇവിടെ ഇരിക്കുന്നവര്. ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവര്, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്ന മാതാപിതാക്കൾ ഇവിടെ ഇരിപ്പുണ്ട്. 100,000 ചോദ്യം നിന്റെ തലയിൽ ഉദിക്കുമ്പോൾ നിന്റെ ബുദ്ധിയിലുള്ള ചിന്തയല്ല. സങ്കീർത്തകൻ പറഞ്ഞു വച്ചിരിക്കുന്നത് 121-ാം സങ്കീർത്തനം 1-ാം തിരുവചനം, എനിക്കും നിനക്കും വേണ്ടിയാണ്. പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ആരെന്നെ സഹായിക്കുമെന്ന്? ആര് സഹായിക്കും? ഇക്കാലം അത്രയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വല്ലവരും സഹായിച്ചോ? സഹായിക്കുമെന്ന് വിചാരിച്ചവർ കൂടെ ഉണ്ടായിരുന്നോ? ഉണ്ടായില്ലല്ലോ. ജീവിതത്തിൽ ഒരു അപകടം ഉണ്ടായപ്പോൾ, ഒരു സങ്കടം ഉണ്ടായപ്പോൾ, നിങ്ങളെക്കുറിച്ചൊരു ചീത്തപ്പേര് പറഞ്ഞപ്പോൾ ആര് കൂടെ ഉണ്ടായിരുന്നു? ഒന്ന് തോളത്ത് പിടിച്ചൊന്ന് ആശ്വസിപ്പിക്കാൻ പോലും ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. അതാണ് സത്യം, അതാണ് ജീവിതം. എന്നാൽ
വിശുദ്ധ ഗ്രന്ഥം പഠിപ്പിക്കുന്ന കാര്യം സങ്കീർത്തനം 121 തിരുവചനം. ഞാൻ കർത്താവിലേക്ക് നോക്കുന്നു, കാരണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് സഹായം ലഭിക്കും. എനിക്ക് സഹായം ലഭിക്കും. സഹായം, സഹായം നാട്ടുകാരല്ല, ചുറ്റുവട്ടത്തുള്ളവരല്ല, പരിശുദ്ധാത്മാവ് സഹായകനാണ്. പഴയ നിയമത്തിൻ്റെ വചനങ്ങളിൽ ആവർത്തിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എടുത്തു വായിച്ചോണം. യെശയ്യായുടെ പ്രവചനം 41 10 വചനം പഠിപ്പിക്കുന്നു, നീ ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നീ സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ഞാൻ നിന്റെ വലത്തുകരം പിടിച്ചിരിക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, സഹായിക്കും. ആരാ ഈ സഹായകൻ? പുതിയ നിയമത്തിൽ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഈശോ പഠിപ്പിച്ചു. സഹായകൻ, ഹെൽപ്പർ, പരിശുദ്ധാത്മാവാണ്. നല്ലൊരു കയ്യടി പരിശുദ്ധാത്മാവിന് കൊടുക്കാവോ? കരങ്ങൾ ഉയർത്തിയൊന്ന് പരിശുദ്ധാത്മാവിനൊരു കയ്യടി കൊടുത്തേ. നല്ല കയ്യടി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെയെങ്കിൽ ഈ രാത്രിയിൽ നമ്മൾ പഠിക്കേണ്ട ദൈവവചനമാണ് ലൂക്കാസ് വിശേഷം 12 12 ഒരു കൊച്ചു ദൈവവചനമാണ്. ലൂക്കാസ് വിശേഷം 12 ഒരു കൊച്ചു ദൈവവചനമാണ്. ആ വചനം ഏതാണെന്നറിയാവോ? ഇങ്ങോട്ട് നോക്കിക്കേ. ലൂക്കാസ് വിശേഷം 12 12 ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത കാര്യം, ഇനി മുതൽ നീ എങ്ങനെ ജീവിക്കണമെന്നറിയോ? പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിക്കണം. നീ കേൾക്കേണ്ടത്, നീ അനുസരിക്കേണ്ടത് പരിശുദ്ധാത്മാവ് പറയുന്നത് മാത്രം. എൻ്റെ പ്രിയരെ, പരിശുദ്ധാത്മാവേ എല്ലാവരോടും സംസാരിക്കും. അച്ഛന്മാരോടും ശുശ്രൂഷകരോടും കന്യാസ്ത്രീമാരോടും മാത്രമൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് സംസാരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കണം, കേൾക്കണം. ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവ് പറയുന്നത് കേൾക്കാൻ ഹൃദയം തുറന്നാൽ നിനക്ക് പരിശുദ്ധാത്മാവിന്റെ സ്വരം കേൾക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നത് കേട്ടതുകൊണ്ടാണ് സാധാരണക്കാരിയായിരുന്ന മറിയം അസാധാരണമായ കാര്യങ്ങൾ കേൾക്കാനും അനുഭവിക്കാനും, ജീവിതത്തിൽ എക്സ്ട്രാ ഓർഡിനറി അസാധാരണമായ കാര്യങ്ങൾ അനുഭവിക്കാനും സാധിച്ചത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വീട് സന്ദർശന അവസരത്തിൽ ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ ആ വീട്ടിൻ്റെ മുൻവശത്ത് നിന്നുകൊണ്ട് വീട്ടമ്മയും മക്കളും കൂടെ പറയുക, അച്ഛാ, അച്ഛാ, കഴിഞ്ഞ നാളിൽ അച്ഛൻ കൺവെൻഷന് വന്നപ്പോൾ അച്ഛനോട് ഞങ്ങളൊരു പ്രാർത്ഥനാ സഹായം പറഞ്ഞിരുന്നു. അച്ഛൻ ഓർക്കണുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അച്ഛാ, ഞങ്ങളുടെ കുടുംബം ഉണ്ടല്ലോ ജപ്തിയുടെ വക്കിലാ. അന്ന് ഞങ്ങൾ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു, ചേച്ചി ഓർമ്മയുണ്ട്, ഓർമ്മയുണ്ട് ചേച്ചി, എന്താ ഈ കാര്യം? അച്ഛൻ ഇങ്ങോട്ട് വന്നേ, ഒരു കാര്യം കാണിച്ചു തരാം. ആ മുൻവശത്തെ കോളിംഗ് ബെല്ലുണ്ടല്ലോ, കോളിംഗ് ബെല്ലിൻ്റെ അവിടെ അവിടെ ഒരു വചനം എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഈ ചേച്ചി എന്നോട് പറഞ്ഞു, അച്ഛാ, ഇവിടെയാണ് ജപ്തി നോട്ടീസ് അച്ചടിച്ചത്, ഇവിടെയാണ് ഒട്ടിച്ചു വെച്ചിരുന്നത്. ജപ്തി നോട്ടീസ് ഒട്ടിച്ചു വെച്ച സ്ഥലത്ത് ഞങ്ങൾ ഇപ്പോൾ ഉണ്ടല്ലോ വചനം എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. അച്ഛാ, കഴിഞ്ഞ നാളുകളിൽ ഈ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെട്ടു. വിശ്വസിക്കുന്ന ഓരോരുത്തരും നല്ലൊരു കയ്യടി പരിശുദ്ധാത്മാവിന് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ആ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ എൻ്റെ മൊബൈലിൽ ഞാനൊരു ചിത്രം എടുത്തോട്ടെ. ഇവിടെ ഇരിപ്പുണ്ടാ ചേച്ചി? ഞാനൊരു ചിത്രം എടുത്തു. കാരണം കോളിംഗ് ബെല്ലിൻ്റെ അവിടെ ജപ്തി നോട്ടീസ് ഒട്ടിച്ചു വെച്ചിരുന്ന സ്ഥലത്ത് ഇന്ന് കർത്താവ് ഒരു വചനം എഴുതി ഒട്ടിക്കാൻ ആ കുടുംബത്തിന് ബലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഇരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ദേശവാസികളെ നിങ്ങൾ വിശ്വസിച്ചു കൊള്ളണം. നിങ്ങളുടെ ജീവിതത്തിലെ ഏത് വലിയ പ്രതിസന്ധിയും, എത്ര വലിയ ബലഹീനതയും ഇനി നടക്കില്ല എന്ന് നിങ്ങൾ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്ന ഏത് കാര്യത്തിൻ്റെ നടുവിലും പരിശുദ്ധാത്മാവിനെ കൂട്ടിന് പിടിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുമെന്ന്. ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കാനേ സമയമുള്ളൂ. ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ, ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അനേക മാതാപിതാക്കളുടെ കണ്ണുനീര് കണ്ടതാ. ആ കണ്ണുനീര് പഠിപ്പിക്കുന്നൊരു കാര്യം, നീ നിന്റെ മക്കളെക്കുറിച്ച് ഓർത്തോണ്ടിരിക്കണമെന്നല്ല, മറിച്ച് എന്തു ചെയ്യണമെന്നറിയോ? പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ വഴി തുറന്ന് കിട്ടും. അതാണ് ഹബക്കൂക്കിന്റെ പ്രവചനം 1 അധ്യായം 5 തിരുവചനം പഠിപ്പിക്കുന്നത്. എന്താ പഠിപ്പിക്കുന്നത്?
ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്ത ഒരു കാര്യം നിങ്ങളുടെ ഇടയിൽ ഞാൻ ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം നിന്റെ ജീവിതത്തിൽ നിനക്കുത്തരം കിട്ടിയിട്ടില്ല, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരിക്കുന്നു. എന്നാൽ സഹായകനായ പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ഒരു പുതിയ വഴി തുറന്നു തരും. നിന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു വഴി തുറന്നു തരും. പരിശുദ്ധാത്മാവ് നിനക്ക് വഴി തുറന്നു തരും. പരിശുദ്ധാത്മാവ് സഹായിക്കും. കാരണം പരിശുദ്ധാത്മാവ് സഹായകനാണ്. നീ എന്റെ സങ്കേതവും നീ എന്റെ കോട്ടയും, നീ എന്റെ കോട്ടയും, നീ എന്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. നീ എൻ ദൈവം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമാ അടിയനീതാ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അടിയനീതാ ദേവാ, അടിയനീതാ ഈശോ, അടിയനീതാ ഈശോ, അടിയനീതാ. ചേർന്ന് പാടിക്കേ. അടിയനീതാ ഈശോ, അടിയനീതാ ഈശോ, അടിയനീതാ ഈശോ, അടിയനീതാ. രണ്ട് കരങ്ങളും അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുമ്പോൾ ഇവിടെ ഈ പരിശുദ്ധ അൾത്താരയോട് ചേർന്നുള്ള സകല അഭിഷിക്തരും നിങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങൾ യാചനാപൂർവ്വം രണ്ട് കരങ്ങൾ നീട്ടിപ്പിടിച്ചോളൂ. ഇതാ പ്രിയപ്പെട്ട വൈദികർ നിങ്ങൾക്ക് മേൽ രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇന്ന് വെള്ളിയാഴ്ച വരെ ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥിച്ച കരങ്ങളാണ് ഈ അൾത്താരയുടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉയർത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട പരിശുദ്ധ ബലിയുടെ അനന്ത യോഗ്യതകൾ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിൽ അത്ഭുതകരമായി സംഭവിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു. വിൻസെൻഷൻ സഭയുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ വലിയ സ്വർഗീയ സാന്നിധ്യം ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന മണ്ണിൽ വലിയൊരു അത്ഭുത ശക്തിയായിട്ട് പറന്നിറങ്ങാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ വിൻസെന്റ് പോളിന്റെ സ്വർഗീയ ചൈതന്യം സ്വീകരിച്ചുകൊണ്ട് കാട്ടറത്ത് വല്യച്ഛൻ സ്വീകരിച്ച ഇതാ വിൻസെൻഷൻ സഭയുടെ പുത്തൻ അഭിഷേകം ഈ മണ്ണിലേക്ക് ഈ കാലഘട്ടത്തിൽ വിൻസെൻഷൻ സഭയിലൂടെ സംഭവിക്കപ്പെടുമ്പോൾ ദൈവമേ, ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം ഇതാ ദൈവജനത്തിലേക്ക് പരിശുദ്ധ അൾത്താരിൽ നിന്ന് ഉയർത്തപ്പെടുന്ന സമയമാണ്. ഇപ്പോൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ അങ്കണത്തിൽ ഇന്നോളം അർപ്പിക്കപ്പെട്ട പരിശുദ്ധ കുർബാനകളുടെ അനന്ത യോഗ്യതയോട് ചേർത്ത് ഇപ്പോൾ ലോകത്തെവിടെയെല്ലാം പരിശുദ്ധ കുർബാനകൾ അർപ്പിക്കപ്പെടുന്നുണ്ടോ ആ ദൈവജനത്തോട് ചേർത്ത് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അത്ഭുതകരമായ ദൈവശക്തി ദൈവ മക്കളിലേക്ക് അതിശക്തമായിട്ട് വെളിപ്പെടട്ടെ. പരിശുദ്ധ ലയോ 14 മാർപ്പാപ്പയുടെ പരമാധികാരത്തോട് ചേർത്ത് വെച്ച് കർദിനാൾ തിരുസംഘത്തിന്റെ മെത്രാൻ തിരുസംഘത്തിന്റെ അധികാരത്തോട് ചേർത്ത് വെച്ച് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവജനമേ, നിങ്ങളുടെ മേൽ ഇതാ ദൈവത്തിന്റെ അത്ഭുത ശക്തി വെളിപ്പെടുന്ന സമയം. പ്രിയപ്പെട്ട റെമിജിയൂസ് പിതാവിന്റെ അഭിഷേക ശ്ലൈഹിക അധികാരത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈ ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ ഈ സമയത്ത് പ്രാർത്ഥിക്കുമ്പോൾ താമരശ്ശേരി രൂപതയിലെ ലക്ഷക്കണക്കിന് ദൈവവിശ്വാസികളോട് ചേർന്ന് 120ഓളം വരുന്ന ഇടവകകളോട് ചേർന്ന് സകല ഇടവക വൈദികരോട് ചേർന്ന് അധികാരികളോട് ചേർന്ന് ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ട വൈദികരോട് ചേർന്ന് പ്രത്യേകിച്ച് ഈ ഇടവകയുടെ പ്രിയപ്പെട്ട വികാരിയച്ഛനോടും കൊച്ചച്ചന്മാരോടും ചേർന്ന് ഇതാ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ദൈവ മക്കളിലേക്ക് അത്ഭുതകരമായിട്ട് ഒഴുകി ഇറങ്ങട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, വിശ്വസിക്കൂ, ഇതാ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ശിരസ് മുതൽ ഉള്ളംകാൽ വരെ ഒരു പുതിയ അഭിഷേകമായിട്ട് പറന്നിറങ്ങുന്ന സമയം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ, സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചോ.
നിങ്ങൾക്ക് ലഭിക്കുന്ന അഭിഷേകം സ്വർഗം തരുന്നൊരു സമ്മാനമാണ്. സ്വർഗം തരുന്ന സമ്മാനമാണ്. കേരളത്തിലുള്ള 120ഓളം വരുന്ന ധ്യാന മന്ദിരങ്ങളിൽ നിന്നുള്ള അഭിഷേകം നിങ്ങളിലേക്ക് ഒഴുകുന്ന സമയം സ്വർഗീയ ശക്തി ദൈവജനത്തോട് വെളിപ്പെടട്ടെ. പരിശുദ്ധ അമ്മയുടെ കൃപാസനത്തിന്റെ ശക്തി ദൈവജനത്തിൽ വെളിപ്പെടട്ടെ. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കാൻ കൃപ ലഭിക്കുന്നത് അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ വിൻസെൻഷൻ സഭയിലെ മേരി മാത പ്രൊവിൻസിന്റെ കീഴിലുള്ള 40-ലധികം വരുന്ന ധ്യാന മന്ദിരങ്ങളോടും ശുശ്രൂഷകളോടും മധ്യസ്ഥ പ്രാർത്ഥനക്കാരോടും ചേർത്ത് ദൈവജനത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ദൈവജനത്തിന്റെ മേൽ അത്ഭുതകരമായിട്ട് പറന്നിറങ്ങട്ടെ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി ഒരൊറ്റ വിളി, ഈശോയേ. ഒരിക്കൽ കൂടെ നെറ്റിയിൽ കുരിശടയാളം വരച്ച് നമ്മൾ ഈശോയുടെ അത്ഭുതകരമായ സാന്നിധ്യം കൃപയായി സ്വീകരിച്ച് അത് ഏറ്റെടുക്കുന്നു. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഗീതം പാടിടാം, ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചിടാം. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ബന്ധനമഴിയും കെട്ടുകളഴിയും ആരാധനയെങ്കിൽ, കോട്ടകൾ തകരും ബാധകൾ ഒഴിയും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. രോഗം മാറും, ക്ഷീണം മാറും ആരാധനയെങ്കിൽ, മൺകുടമുടയും തീ കത്തിയിടും ആരാധനയെങ്കിൽ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. അപ്പസ്തോലർ രാത്രികാലെ ആരാധിച്ചപ്പോൾ, ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ആരാധിക്കുന്നേ, ഞങ്ങൾ ആരാധിക്കുന്നേ, ആത്മനാഥനേശുവിനെ ആരാധിക്കുന്നേ. ഇരുകരങ്ങൾ നീട്ടി ഈശോയെ വിളിച്ചെന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും അധരം തുറന്ന് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹൃദയം തുറന്ന് ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ദേശത്തെ ദിവ്യകാരുണ്യ ഈശോ വിശദീകരിച്ച് അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. എൻ്റെ പേര് ഷാരോൺ വരിയ സിജു. ഞാൻ സെൻറ്റ് സെബാസ്റ്റ്യൻ കൂടരഞ്ഞി ഇടവകാംഗമാണ്. 5 ദിവസങ്ങളിലായിട്ട് ഇവിടെ ഒരു ധ്യാനം സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, പോപ്പുലർ മിഷൻ ധ്യാനം. എൻ്റെ ജീവിതത്തിലെ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പോപ്പുലർ മിഷൻ ധ്യാനത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്. ഈശോയുമായിട്ട് കൂടുതൽ അടുക്കുവാനും കുടുംബവും സമൂഹത്തിൻ്റെയും കൂട്ടായ്മ വർദ്ധിപ്പിക്കുവാനും നല്ലൊരു കുമ്പസാരം കാഴ്ചവെക്കുവാനും ഈ ധ്യാനത്തിലൂടെ ഞങ്ങൾക്ക് സാധിച്ചു. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഈ ഒരു ധ്യാനത്തിൽ ഇഷ്ടപ്പെട്ട കാര്യം, ഒരു ദിവസം എല്ലാവരും മെഴുകുതിരി കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിരുന്നു അച്ഛൻ. മെഴുകുതിരി എല്ലാവരും കൂടെ കത്തിച്ച് വെച്ച് പരസ്പരം ക്ഷമിക്കാൻ പറ്റാത്ത ആൾക്കാരുകൾ തമ്മിൽ പരസ്പരം അത് കൈമാറിക്കൊണ്ട് പരസ്പരം ക്ഷമിച്ച് ആ ഒരു സംഭവം എന്നെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. അത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തുകൊണ്ടും വളരെ മറ്റ് ധ്യാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഈ ഒരു ധ്യാനം എന്ന് പറയുന്നത്. എൻ്റെ പേര് ആസ്റ്റിൻ ജോസഫ് രാജു. ഞാൻ കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകയിലെ അംഗമാണ്. കഴിഞ്ഞ 5 ദിവസങ്ങളായിട്ട് ഞങ്ങളുടെ ഇടവകയിൽ പോപ്പുലർ മിഷൻ ധ്യാനം നടക്കുകയായിരുന്നു. ഞങ്ങളുടെ അച്ഛന്മാർ വളരെ ഹൃദയസ്പർശിയായ രീതിയിൽ ഞങ്ങൾക്ക് ധ്യാനം എടുത്തു തന്നു. നല്ലപോലെ ഒരുങ്ങി കുമ്പസാരിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ മൂല്യങ്ങളെയൊക്കെ അച്ഛന്മാർ വളരെ വിശദമായ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായി തോന്നിയത് അവസാന ദിവസത്തെ സ്നേഹവിരുന്നായിരുന്നു. സ്നേഹവിരുന്നിൽ ഓരോ കുടുംബത്തിലെയും ഓരോ അംഗങ്ങളും അവരവരുടെ വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന പലഹാരങ്ങൾ കുർബാന മധ്യേ അൾത്താരെ സമർപ്പിച്ചു. അതിനുശേഷം കുർബാനയ്ക്ക് അവസാനം എല്ലാവരെയും ഒരുമിച്ച് പുറത്തിരുത്തി എല്ലാവരും ഓരോ 10 പേരുള്ള ഗ്രൂപ്പുകളാക്കി ഇരുത്തി അൾത്താരയിൽ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ ഒരുമിച്ച് വെച്ച് അവിടുന്ന് എടുത്തു വരുന്ന സ്വന്തം സാധനമല്ല അല്ലാണ്ട് എടുത്തു വരുന്ന പലഹാരങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഷെയർ ചെയ്ത് കഴിച്ച് സന്തോഷത്തോടെയാണ് ഞങ്ങൾ പിരിഞ്ഞു പോയത്. ഈ പോപ്പുലർ മിഷൻ ധ്യാനം 23 വർഷം കൂടിയാണ് ഞങ്ങളുടെ ഇടവകയിൽ വരുന്നത്. ഇത് വളരെ നല്ല രീതിയിൽ അനുഭവിക്കാനും ഈശോയെ കൂടുതൽ അറിയുവാനും ഞങ്ങൾക്ക് സാധിച്ചു. എൻ്റെ പേര് ജീജ. ഞാൻ കൂടരഞ്ഞി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിലെ ഒരംഗമാണ്. ഞാൻ ഇവിടുത്തെ മാതൃവേദി യൂണിറ്റിൻ്റെ സെക്രട്ടറിയാണ്. എൻ്റെ പേര് സെലിനാമ്മ. ഞാൻ ഇവിടുത്തെ മാതൃവേദിയുടെ പ്രസിഡൻ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ഈ പോപ്പുലർ മിഷൻ ധ്യാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ധ്യാനം കൂടുന്നത്. അത് എനിക്ക് പേഴ്സണലായിട്ട് വളരെയധികം എന്നെ സ്വാധീനിച്ചു എന്ന് പറയാം. പിന്നെ ഇവിടെയുള്ള കുടുംബങ്ങളും അങ്ങനെ തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ അമ്മമാർ പലരും ആദ്യം വരില്ല എന്നൊക്കെ വിചാരിച്ചെങ്കിലും ഒരു ദിവസം കഴിഞ്ഞപ്പം ആവേശത്തോടു കൂടിയാണ് എല്ലാവരും ഇവിടെ വന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ പങ്കെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ധ്യാനം വളരെ വേറിട്ട ഒരു അനുഭവമായിട്ട് എനിക്ക് തോന്നി. എനിക്ക് മാത്രമല്ല, എൻ്റെ കൂടെ വന്ന പല അമ്മമാരും അങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടു. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലായിട്ടും അച്ഛന്മാർ കുടുംബങ്ങൾക്ക് വേണ്ടി, കുടുംബ ബന്ധങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ശുശ്രൂഷകൾ ഈ ധ്യാനത്തിൽ ഉണ്ടായിരുന്നു. അച്ഛന്മാരെല്ലാവരും തന്നെ ഞങ്ങളുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളും സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അച്ഛൻ്റെ ക്ലാസ് വളരെ ആഴത്തിൽ വിശുദ്ധ കുർബാനയെ മനസ്സിലാക്കുവാനും വിശുദ്ധ കുർബാനയിൽ ആയിരിക്കുന്ന ഈശോയെക്കുറിച്ച് കൂടുതൽ അറിയുവാനുമുള്ള ഒരു ഈ ക്ലാസ് ഞങ്ങളെ സഹായിച്ചു. അതുപോലെ തന്നെ കുമ്പസാരത്തെക്കുറിച്ചും കുമ്പസാരത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചും വളരെ നന്നായിട്ട് ഒരു കുമ്പസാരം എങ്ങനെ നടത്തണം എന്നതിനെക്കുറിച്ചും അച്ഛൻ ഈ ധ്യാനത്തിൽ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇതെല്ലാം കൊണ്ട് തന്നെ എല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വളരെ വിശുദ്ധിയോടുകൂടി ഈ ധ്യാനം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സാധിച്ചു.